ഹരേ കൃഷ്ണ. ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാർക്ക് കുട്ടികളെ 17-18 വയസ്സ് വരെ മാത്രമേ അടുത്ത് കിട്ടുകയുള്ളൂ. അത് കഴിയുമ്പോഴേക്ക് അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി പുറത്തൊക്കെ പോയി പഠിക്കേണ്ടതായി വരും. അവർ പഠിച്ച് മിടുക്കരായി വരാൻ തന്നെയാണ് അവരെ അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യരാജ്യങ്ങളിലേക്കുമൊക്കെ മാതാപിതാക്കൾ അയക്കുന്നത്. എന്നാൽ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് വളരെ തിന്മകൾ നിറഞ്ഞ ലോകമാണ്. വേണ്ടാത്ത ഗ്യാങ്ങിൽ ഒന്നും പോയി പെടാതെ അവർ പഠിച്ച് നല്ല രീതിയിൽ തിരിച്ചു വരുന്നത് വരെ അച്ഛനമ്മമാരുടെ മനസ്സിൽ ആദിയായിരിക്കും. കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് എന്നും നമ്മൾ കേൾക്കുന്നത്. മദ്യപാനം, മയക്കുമരുന്ന്, ഇനി ഇതൊന്നുമല്ലെങ്കിൽ റാഗിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് കടന്നു പോവേണ്ടതായിട്ടുണ്ട്. ഈ കുട്ടികളൊക്കെ നമ്മുടെ കൈ വിട്ട് കഴിഞ്ഞ് വല്ല ഹോസ്റ്റലുകളിലേക്കോ മറ്റോ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ഭാവി എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പല സാഹചര്യങ്ങളിൽ നിന്നും പല സംസ്കാരങ്ങളിലുമൊക്കെ വളർന്ന കുട്ടികളായിരിക്കും ഇവരുടെയൊക്കെ കൂടെ ഉണ്ടാവുക. വഷളായ സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികളുടെയൊക്കെ കൂടെ ഈ കുട്ടികൾക്കും ഇടപഴകേണ്ടതായിട്ട് വരും. അവരുടെ ഹോസ്റ്റലുകളിലോ അവരുടെ കൂടെയോ പോയി നമുക്കവരെ നേർവഴിക്ക് നടത്താനും സാധിക്കില്ല. അവർ നല്ല രീതിയിൽ വരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ അച്ഛനമ്മമാർക്ക് സാധിക്കുകയുള്ളൂ. അച്ഛനമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. അതിൽ അമ്മമാരുടെ പ്രാർത്ഥന വളരെ ശക്തിയേറിയതാണ്. നിങ്ങൾ അവരെ ഭക്തിയുള്ള സാഹചര്യത്തിലാണ് വളർത്തി വലുതാക്കിയതെങ്കിൽ ഏതൊക്കെ വിധത്തിലും ആരൊക്കെ അവരെ പ്രലോഭിപ്പിക്കാൻ നോക്കിയാലും ഒരിക്കലും അവർ വഴിമാറിപ്പോവില്ല. ഒരു ദുർമാർഗങ്ങളിലേക്കും അവരെ നയിക്കാൻ ആർക്കും സാധിക്കില്ല. ഒരു റാഗിങ്ങും അവർക്ക് അനുഭവിക്കേണ്ടതായി വരില്ല. അതുകൊണ്ട് കുട്ടികളെ തീർച്ചയായും ഭക്തിയുടെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരണം. ഈ അടുത്ത കാലത്തായിട്ട് കൂടുതലായിട്ട് കേട്ട വാർത്തയാണ് വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ കാര്യങ്ങൾ. അതിൻ്റെയൊക്കെ കാരണം അവർക്ക് ചെറിയ പ്രശ്നങ്ങൾ പോലും താങ്ങാൻ സാധിക്കുന്നില്ല. അതാണ്, അവർക്ക് ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സാമ്പത്തികമുണ്ട്, അച്ഛനമ്മമാരുമുണ്ട്. എന്നിട്ടും അവർ മരണം തിരഞ്ഞെടുക്കുന്നു. ഒരു മുഴം കയറിലോ ഒരു തുള്ളി വിഷത്തിലോ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. വിദ്യാഭ്യാസത്തിനൊന്നും മനസ്സിന് കരുത്തുണ്ടാക്കാൻ സാധിക്കില്ല. പ്രാർത്ഥനയിലൂടെയും മെഡിറ്റേഷനിലൂടെയൊക്കെ മനസ്സ് നല്ല കരുത്താർജിക്കും. നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന്. അതെ, നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള പരിഹാരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ആഗ്രഹങ്ങളൊന്നും പറയാതെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ കുറേ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല. ഒന്നും ആഗ്രഹിക്കാതെ പ്രാർത്ഥിക്കുക. വെറുതെ പ്രാർത്ഥിച്ചാൽ മതി. എനിക്കത് വേണം, എനിക്കിത് വേണം, എൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണം, ഒന്നും പറയണ്ട. എല്ലാം ഭഗവാൻ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും വളരെയേറെ ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികളെ വളരെ ചെറുപ്പത്തിലെ അവരെ സ്കൂളിലൊക്കെ ചേർക്കുന്നതിന് മുമ്പ് അവർ സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും ഭഗവാന്റെ കഥകളും ഗീതാ ശ്ലോകങ്ങളും ഗായത്രി മന്ത്രവും ഒക്കെ പഠിപ്പിക്കണം. TV കാണാൻ വാശി പിടിക്കുന്ന കുട്ടികളോട് നിർബന്ധമായും ഈ മന്ത്രം ജപിച്ചാൽ ഞാൻ TV വെച്ച് തരാമെന്ന് പറയണം. പ്രാർത്ഥനയും ജപവും ഒക്കെയായി പോകുന്ന വീട്ടിലെ കുട്ടികൾ, അവർക്ക് മുജ്ജന്മ കർമ്മദോഷമുണ്ടെങ്കിൽ പോലും അവരതൊന്നും ബാധിക്കില്ല എന്ന് മാത്രമല്ല, അവർ നല്ല നിലയിൽ എത്തുകയും ചെയ്യും. ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങൾ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.